ഇനി എന്നെ വിളിച്ചു പോരുത്. പോലീസുകാർ ചോദ്യം ചെയ്യേണ്ടതുപോലെ ചോദ്യം ചെയ്യും. അറിയാവുന്നതൊക്കെ അപ്പൊ അവരോട് പറഞ്ഞാ മതി. പറഞ്ഞില്ലെങ്കിൽ അവർ പറയിപ്പിക്കും. മാഡം. എന്താ റസാഖ്, എന്താ ഉണ്ടായത്? മാഡം, ആളിതുവരെ മാഡത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ മാഡത്തെ വിളിച്ച് പറഞ്ഞത്. എനിക്കറിയില്ല അച്ഛനത് എന്താ പറ്റിയെന്ന്. ഈ പറയുന്നതിൽ വല്ല സത്യമുണ്ടോ? ആള് തിടപ്പള്ളി കയറി കഥകടച്ചിരിക്കുമായിരുന്നു. വാതിൽ ലോക്കായി പോയി, തുറന്നിറങ്ങാൻ പറ്റിയില്ല. ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വാർത്ത ലീക്കാവാതെ ഞാൻ എന്തായാലും നോക്കിയിട്ടുണ്ട്. പുറത്തു പോയാൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് മാഡത്തിന്റെ പേരായിരിക്കും. അല്ല, അച്ഛൻ എന്താ പറയുന്നേ? ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ല. കയ്യിൽ തൊണ്ടി മുതലോട് കൂടിയാണ് അറസ്റ്റ് ചെയ്തത്. അപ്പൊ പിന്നെ മറ്റു ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ലല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇവര് രണ്ടുപേരുണ്ടെന്നാണ് പറയുന്നത്. രണ്ടാമൻ ആരാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. മാഡം വന്നിട്ട് സംസാരിച്ചതിന് ശേഷം മറ്റു നടപടികളിലേക്ക് പോവാന്ന് കരുതിയിരിക്കുക. രണ്ടാമനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പോലീസിന്റെ ഭാഷയിൽ ചോദ്യം ചെയ്യേണ്ടി വരും. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തേലും പറയൂ നോക്കാലോ. മറുപടി തൃപ്തികരം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നോക്കാം. ശരി മാഡം. അച്ഛാ, അച്ഛാ, എന്താ ഇതൊക്കെ? ആരോടാ അച്ഛൻ ഈ വാശി കാണിക്കുന്നേ? ആരാ നിന്റെ അച്ഛൻ? ഞാൻ നിന്റെ അച്ഛനൊന്നുമല്ല. എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്താ സംഭവിച്ചേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിന്റെ അച്ഛനല്ല. കള്ളനാണ്, കള്ളൻ. അച്ഛൻ ആരോടാ ഈ വാശി എടുക്കുന്നേ? എന്താ സംഭവിച്ചെന്നൊന്ന് പറ. എന്തിനാ ഇത് ചെയ്തേ? അച്ഛാ, അച്ഛനെ ആരെങ്കിലും ചതിച്ചതാണോ? അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ നിന്റെ അച്ഛനും അല്ല, നീ എൻ്റെ മോളും അല്ല എന്ന് ഞാൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് എന്നെ അറിയില്ല എന്നും പറഞ്ഞ് നീ ഇവിടുന്ന് പോയിക്കോ. ഇല്ലെങ്കിലേ ഇത് വാർത്തയാവും. നിനക്ക് തന്നെയായിരിക്കും നാണക്കേട്. എൻ്റെ അടുത്തുനിന്ന് പോകാനാ പറഞ്ഞത്. ഇല്ല, എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ. അച്ഛൻ എന്തിനു വേണ്ടിയാ എന്നെ പോലും ഓർക്കാതെ ഇതുപോലൊരു കാര്യത്തിലേക്ക് എടുത്തു ചാടിയത്? ആരാ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്നത്? ഈ ചോദ്യങ്ങൾക്കൊന്നും എൻ്റെ കയ്യിൽ മറുപടി ഉണ്ടാവില്ല. മറുപടിക്ക് വേണ്ടി എൻ്റെ മുന്നിലാരും നിൽക്കുകയും വേണ്ട. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. ഇറങ്ങിപ്പോ ഇവിടുന്ന്. ശരി, അച്ഛന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ എനിക്കിനി ഒന്നും പറയാനുമില്ല, ചെയ്യാനുമില്ല. ഇനി എന്നെ വിളിച്ചു പോരുത്. പോലീസുകാർ ചോദ്യം ചെയ്യേണ്ടതുപോലെ ചോദ്യം ചെയ്യും. അറിയാവുന്നതൊക്കെ അപ്പൊ അവരോട് പറഞ്ഞാ മതി. പറഞ്ഞില്ലെങ്കിൽ അവർ പറയിപ്പിക്കും. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ റസാഖിന് ചെയ്യാം. യെസ് മാഡം. ആരെ കാണാനാ? മനസ്സിലായില്ല. ഞങ്ങൾ കാർ നോക്കാൻ വന്നവരാ. കാറ് നോക്കാനോ? അതിന് കാറിന് എന്താ പറ്റിയേ? അരുണ, അവര് ഞാൻ പറഞ്ഞിട്ട് വന്നവരാ. മൂർത്തി, അതിന് നമ്മുടെ കാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്താ? ഇല്ല, നിങ്ങൾ വാ. ഇതാ വണ്ടി. സെൽഫ് യൂസ്ഡ് വണ്ടിയാ. വീട് വിട്ട ഓഫീസ്, ഓഫീസ് വിട്ട വീട്. ഇതിനിടയില് സൺഡേയിലോ മറ്റോ ഒന്ന് പുറത്തു പോയാലായി. ചില സമയം വർക്ക് ഫ്രം ഹോമായ ഷെഡി കിടക്കാൻ വിധിക്കപ്പെട്ട ഒരു വണ്ടി. എല്ലാം നോക്കിക്കോ. മൂർത്തി, ഒന്നിങ്ങ് വന്നേ. ഒരു മിനിറ്റ്, നിങ്ങൾ നോക്ക്. എന്താ?
നമ്മളെന്താ കാറ് വിൽക്കാൻ പോകുന്നോ? ആ ചേട്ടാ, ആ ടയറൊക്കെ ദേ പുതിയതാ ഇപ്പൊ മാറ്റിയതേ ഉള്ളൂ. വേറെ പണിയൊന്നുമില്ല, എല്ലാം ഓക്കെയാ. ആ പിന്നെ തുറന്നു നോക്ക്. ഓക്കെ. എടാ മൂർത്തി, അച്ഛൻ എന്താ അസുഖം? ചേച്ചി ഞാൻ അകത്തേക്ക് വരാം, ചേച്ചിയല്ലേ. മൂർത്തി, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അച്ഛൻ ഇങ്ങനൊരു അസുഖം വന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നേ? ചേച്ചി പ്ലീസ്, ഞാനിപ്പോ വരാം. നീ എങ്ങോട്ട് വരാന്ന്? ചേച്ചി, നമ്മളിവിടെ കിടന്ന അച്ഛന്റെ രോഗവിവരം പറഞ്ഞ അതമ്മ അറിയും. എന്താ മോനെ? അച്ഛൻ എന്തോ അസുഖം ഉണ്ടെന്ന് നീ പറഞ്ഞല്ലോ. അമ്മേ, അച്ഛന് ക്യാൻസറാ. ക്യാൻസറോ? അതെ, ഇതിപ്പോ ചിലർക്കുള്ള അസുഖമല്ലേ. ഇതെന്തിനാ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നേ? ഇനി അതും നിന്റെ ഭാര്യ പറഞ്ഞു തന്ന ബുദ്ധിയാണോ? വക്കീലായതുകൊണ്ട് തന്ത്രങ്ങൾക്ക് വലിയ ക്ഷാമം ഉണ്ടാവില്ലല്ലോ. ഞാൻ എന്ത് തന്ത്രം ഈ കാര്യത്തിൽ കാണിച്ചു ദുർഗിച്ച് പറയുന്നേ? അച്ഛൻ എന്തെങ്കിലും വന്ന് പെട്ടെന്ന് ഇല്ലാതായാലേ ഈ കാണുന്ന സ്വത്തെല്ലാം കയ്യിൽ ഇരിക്കുമല്ലോ. അതായിരിക്കും ഭാര്യയും ഭർത്താവും കൂടി രോഗവിവരം ആരോടും പറയാതിരുന്നത്. ചേച്ചിയുമ്മ ഇല്ലാതെ പറയല്ലേ. നിന്റെ മനസ്സിലില്ലായിരിക്കും, പക്ഷേ നിന്റെ ഭാര്യയുടെ മനസ്സിലുണ്ട്. വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഒരു സ്കൂൾ മാനേജറായി എനിക്കുണ്ട്. ഒരാളും ഇക്കാര്യത്തിൽ തെറ്റുകാരല്ല. തെറ്റുകാരൻ ഞാനാ. ഞാനാ അവനോട് പറഞ്ഞത് എൻ്റെ ഈ രോഗം ആരോടും പറയണ്ടെന്ന്. അമ്മയും നീയും ഒക്കെ സങ്കടപ്പെടുമെന്ന് ഓർത്താ ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ നീ ഈ രീതിയിൽ ചിന്തിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കൂടപ്പിറപ്പിനെ കുറിച്ചാ നീ പറയുന്നതെന്ന് ഓർക്കണം. ഇനി ഈ കാര്യത്തിൽ സംശയം വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്ക്. ചോദിക്കാൻ വന്ന ഞാനാ ഇപ്പൊ തെറ്റുകാരി. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ തന്നെ. നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ട്, ഞാൻ ഒറ്റ. ആവശ്യം വരുമ്പോ എന്നെ വിളിക്കുമല്ലോ, അപ്പൊ കാണാം. ചേച്ചി നിക്ക് ചേച്ചി. മോളെ അവിടെ നിക്ക്, പറയട്ടെ.